ഹായ്, ഐ ആം പ്രീത ഫ്രം കാതിരുവല. നമ്മുടെ ഷോപ്പ് വരുന്നത് തൃശ്ശൂർ കുട്ടനല്ലൂരാണ്. ഇന്ന് നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള കുറച്ച് കോട്ടൺ കുർത്തീസാണ് ഉണ്ടെന്നുള്ളത്. എല്ലാം പ്യുവർ കോട്ടണിൽ വരുന്നതാണ്. അപ്പോൾ അത് നമുക്ക് ഓരോന്നായിട്ട് പരിചയപ്പെടാം. പ്യുവർ കോട്ടണിൽ വരുന്ന 3 പീസ് കുർത്തിയാണ്. ഇതൊരു ആഷ് ഷെയ്ഡിലാണ്. ആഷ് ഷെയ്ഡിൽ ഓറഞ്ച്, ബ്ലൂ ഒക്കെ കളറിൽ വരുന്ന വലിയ ഫ്ലവേഴ്സിൻ്റെ ഒരു പ്രിൻ്റാണ് ഇതിൽ വരുന്നത്. ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കോട്ടണിലുള്ള പ്രത്യേകത അതിൽ വലിയ ഫ്ലവേഴ്സ്, വലിയ ഡിസൈനാണ് ഇപ്പോൾ കോട്ടണിൽ ഈ ഒരു വേനൽക്കാലത്ത് പുതിയതായിട്ടുള്ള കാണുന്ന കോട്ടൺ കുർത്തീസിലൊക്കെ നമ്മൾ കാണുന്ന ഒരു പ്രത്യേകത. ഇതിൻ്റെ ചെസ്റ്റ് പോർഷനിൽ ഇങ്ങനെ ഒരു ഷേപ്പിലാണ് വന്നിട്ടുള്ളത്. അതിൽ മിറർ വർക്കും അതുപോലെ തന്നെ കഡ്ദാന വർക്ക്, ഇവിടെ നല്ല കഡ്ദാന വർക്കാണ്. ഒറിജിനൽ മിറർ അല്ല, പക്ഷേ അത് നല്ല സ്റ്റൈലായിട്ട് തന്നെയാണ് അവിടെ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ചുറ്റും ലേസ് വന്നിട്ടുണ്ട്. ഈ ഒരു ഡിസൈൻ തന്നെ ഏകദേശം ഒരു എംബ്രോയിഡറിയുടെ ഒരു ചായയിലാണ് വന്നിട്ടുള്ളത്. അതുപോലെ ദുപ്പട്ട ഇങ്ങനെ വരും. ദുപ്പട്ട നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ദുപ്പട്ടയിൽ വന്നിട്ടുള്ളത്. ചെറിയ പ്രിൻ്റോട് കൂടിയിട്ടാണ് സെൻറ്റർ പോർഷനിൽ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ സെയിം ഡിസൈൻ, കുർത്തിയുടെ സെയിം ഡിസൈനിൽ വരുന്ന ബോർഡറാണ് ഇതിൻ്റെ 2 വശത്തും വന്നിട്ടുള്ളത്. അതുപോലെ കോട്ടണിൽ, പ്യുവർ കോട്ടണിൽ വരുന്ന പാൻറ്റാണ്. പോക്കറ്റ് ഉണ്ട്. ഒരു 38 ഇഞ്ച് ലെങ്ത്ത് വരും. ഇതിൻ്റെ പ്രിൻറ്റും അതുപോലെ തന്നെ ആ ഒരു ദുപ്പട്ടയിൽ വരുന്ന അതേ പ്രിൻ്റ് തന്നെയാണ്. നല്ല സ്റ്റൈലിഷ് പ്രിൻ്റാണ് ഇതിലും വന്നിട്ടുള്ളത്. നല്ല കോട്ടണാണ്, നല്ല സോഫ്റ്റാണ്. 1 സൈഡ് ഇലാസ്റ്റിക് ഉള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്യാനുള്ള സൗകര്യം ഉണ്ട് നമുക്കിതിൽ. ബാക്ക് പോർഷൻ വരുമ്പോൾ ദുപ്പട്ടയുടെ ഇങ്ങനെയാണ് വരുന്നത്. സ്ലീവ് 3/4 സ്ലീവാണ്. അതുപോലെ തന്നെ സൈഡ് സ്ലിറ്റുള്ള ടൈപ്പാണ്. ഇലാസ്റ്റിക്, ലൈനിങ് ഇല്ല, ലൈനിങ്ങിൻ്റെ ആവശ്യമില്ല. നല്ല അത്യാവശ്യം കട്ടിയുള്ള, ഒട്ടും ട്രാൻസ്പെറൻ്റ് അല്ലാത്ത ഒരു ക്ലോത്ത് തന്നെയാണത്. അതുപോലെ തന്നെ കുർത്തിയുടെ ലാസ്റ്റായിട്ട് ഇങ്ങനെ ഒരു ഡിസൈൻ വരുന്നുണ്ട്. ഒരു ബോർഡർ പോലെ നല്ല ഭംഗിയായിട്ടുള്ള ഒരു ഡിസൈനും കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഓവറോൾ ലുക്ക്. നമുക്കൊന്ന് അടുത്ത് കണ്ടു നോക്കാം. വരുന്ന 3 പീസ് കുർത്തിയാണ് ഇതും. ഇതിൻ്റെ ഒരു ബ്രൗൺ ആൻഡ് നല്ല ഒരു ഭംഗിയുള്ള ഒരു മാമ്പഴ കളർ എന്നൊക്കെ പറയില്ലേ, ഭംഗിയുള്ളൊരു കളർ കോമ്പിനേഷൻ, വളരെ റെയറായിട്ട് കാണുന്നൊരു കളർ കോമ്പിനേഷനാണ്. ഇവിടെ ഇങ്ങനെ ലേസ് വന്നിട്ടുണ്ട്. അതിൽ സിൽവർ കളറിലെ ലേസ്, ഒരു ടസൽസ് വന്നിട്ട്. അതുപോലെ ഇവിടെ എല്ലാം നല്ല മൂത്തിയുടെ വർക്കാണ് വന്നിട്ടുള്ളത്. നല്ല മൂത്തിൻ്റെ വർക്ക് വന്നിരിക്കുന്നത്. അതുപോലെ ചെറുതായിട്ട്, വളരെ ചെറുതായിട്ട് ഇവിടെ എല്ലാം ഇങ്ങനെ വർക്ക് വന്നിട്ടുണ്ട്. ചെറുതായി പിങ്ക് കളറിൽ വർക്ക് വന്നിരിക്കണം. സൈഡ് സ്ലിറ്റ് ഉള്ളതാണ്. ലൈനിങ് ഒന്നുമില്ല, ലൈനിങ്ങിൻ്റെ ആവശ്യമില്ല. അത്യാവശ്യം കട്ടിയുള്ളതല്ല, സോഫ്റ്റ് ആയിട്ടുള്ള തുണിയാണ്. അതുപോലെ 3/4 സ്ലീവാണ്. അതിൻ്റെ അറ്റത്ത് ഗോട്ടാപത്തി ലേസ്. പാൻറ്റിൻ്റെ സെയിം ഡിസൈനുള്ള മെറ്റീരിയലാണ് ഇതിനെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതുപോലെ പാൻറ്റ് വരുമ്പോൾ പാൻറ്റ് ഇങ്ങനെയാണ്. പോക്കറ്റ് ഉണ്ട്, ഇവിടെ ഇങ്ങനെ പോക്കറ്റ് ഉണ്ട്. വൺ സൈഡ് ഇലാസ്റ്റിക് ആയിട്ട് ആവശ്യത്തിന് വലിപ്പമുള്ള നല്ല ബ്രാൻഡഡ് ടൈപ്പ് പോലെയുള്ള പാൻറ് തന്നെയാണ്. ഇതിന് ലെങ്ത് ഉണ്ട്. ഇതൊരു സ്ട്രൈപ്സ് പോലെ ഓറഞ്ച് ആൻഡ് യെല്ലോ, ഡാർക്ക് പിങ്ക് സ്ട്രൈപ്സ് ആയിട്ടുള്ള ഒരു പാൻറ്റാണ് ഇതിന്. 2 വശത്തും ഇതിൻ്റെ പോക്കറ്റ് ഉണ്ട്. ഇതിന് പേർ ചെയ്തിരിക്കുന്ന ദുപ്പട്ടയുടെ കാര്യം പറയുകയാണെങ്കിൽ ദുപ്പട്ട പ്യുവർ ഷിഫോണിൽ മാത്രം വരുന്നതാണ്. അതിൻ്റെ അറ്റത്ത് ട്രസൽസൊക്കെ വന്നിരിക്കുന്നു. കോട്ടാപത്തി ലേസും കൊടുത്തിട്ട് ഭംഗിയാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ക്ലോസ് വ്യൂ ആയിട്ടൊന്ന് കണ്ടു നോക്കാം. കോട്ടണിൽ വരുന്ന 3 പീസ് കുർത്തിയാണ്. ബ്ലൂ ഷെയ്ഡിലാണ്, ഇൻഡിഗോ ഷെയ്ഡിൽ വരുന്ന ഒരു കുർത്തിയാണ്. ബ്ലൂ ആൻഡ് ലൈറ്റ് ബ്ലൂ, വൈറ്റ് എല്ലാ ഡിസൈനിലും വരുന്നുണ്ട്. ഇവിടെ ചെസ്റ്റ് പോർഷൻ നല്ല ഭംഗിയാണ്. ഇതിവിടെ എംബ്രോയിഡറി, അതുപോലെ തന്നെ ഫ്രഞ്ച് നോട്ടിൻ്റെ വർക്കൊക്കെ വന്നിട്ടുണ്ട്. കഡ്ദാന വർക്ക് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഫ്രെയിം പോലെ നല്ല ഭംഗിയുള്ള വൈറ്റ് കളറിൽ ലേസും വന്നിട്ടുണ്ട്.
സുന്ദരമാക്കിയിരിക്കുകയാണ്. ഇവിടെ ഹാൻഡ് വർക്ക് കൊണ്ടാണ്, പ്യുവർ ഹാൻഡ് വർക്ക് കൊണ്ട് നല്ല സുന്ദരമായിട്ടുള്ള വർക്കാണ് ഇവിടെ വന്നിട്ടുള്ളത്. 3/4 സ്ലീവാണ്, അതിൽ ഗോട്ടാപത്തി ലേസ്, അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ലേസും ഇവിടെ നല്ല ഭംഗിയായിട്ട് കൊടുത്തിട്ടുണ്ട്. ഗോൾഡൻ കളറിലുള്ള ലേസും കൊണ്ട് അലങ്കരിച്ചിരിക്കുകയാണ്. 3/4 സ്ലീവാണ്. ഇത് സൈഡ് സ്ലിറ്റ് ഇല്ല, അനാർക്കലി മോഡലാണ്. ധാരാളം ചുരുക്കുള്ള അനാർക്കലി കുർത്തിയാണ് ഇത്. അതിൻ്റെ ലാസ്റ്റ് പോർഷനിൽ ഇതുപോലെ തന്നെ സ്ലീവിൻ്റെ എൻഡിലുള്ള പോലെ തന്നെ നല്ല ഭംഗിയുള്ള ഗോട്ടാപത്തി ലേസും ഒരു 3 വരിയായിട്ട് ഗോട്ടാപത്തിയുടെ ലേസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പാൻറ്റിൻ്റെ തന്നെ മെറ്റീരിയലാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്, അതേ ഡിസൈനായിട്ട്. പിന്നെ താഴെ ലേസും വന്നിട്ടുണ്ട്. താഴ്ഭാഗം ഇങ്ങനെ നല്ല സുന്ദരമായിട്ടുള്ള വർക്കാണ് വന്നിട്ടുള്ളത്. ദുപ്പട്ട ഇങ്ങനെ 4 ഭാഗത്തും ഇങ്ങനെ ക്രോഷ്യോ ലേസ് വന്നിട്ടുള്ള ദുപ്പട്ടയാണ്. അതിൻ്റെ സുന്ദരമായിട്ടുള്ള ഡിസൈൻ നമുക്ക് കാണാം. ഇങ്ങനെ നല്ല ഭംഗിയുള്ള ദുപ്പട്ടയാണ്. ആവശ്യത്തിന് നല്ല ലെങ്ത് ഹൈറ്റ് ഉള്ളവർക്ക് പോലും നല്ല സുഖമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല കോട്ടൺ ദുപ്പട്ട, നല്ല വലിപ്പമുണ്ട്. ഇതുപോലെ അതിൻ്റെ പാൻറ് വന്നിട്ടുള്ളത്, പാൻറ്റും സെയിം കളർ ടോൺ തന്നെയാണ്, ബ്ലൂ കളറിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. ഇതാണ് പാൻറ്റിൻ്റെ ഡിസൈനായിട്ട് വരുന്നത്. ഇങ്ങനെ വരും പാൻറ്റിൻ്റെ ഡിസൈൻ. ഇൻഡിഗോ പ്രിൻ്റ് തന്നെയാണ് വന്നിട്ടുള്ളത്. ഇതാണ് പാൻറ്റിൻ്റെ ഡിസൈനായിട്ട് വരുന്നത്. അപ്പോൾ ഇത് മീഡിയം, ലാർജ്, XL, XXL എന്നുള്ള സൈസിലൊക്കെ നമുക്ക് ലഭ്യമാണ്. അതുപോലെ തന്നെ വളരെ മിതമായിട്ടുള്ള പ്രൈസിലുള്ളതാണ് ഇത്. എത്രയും വേഗം ഗ്രാബ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇതപ്പോൾ നമുക്ക് ക്ലോസ് വ്യൂ ആയിട്ടൊന്ന് കണ്ടുനോക്കാം. കോട്ടണിൽ വരുന്ന 3 പീസ് കുർത്തിയാണിത്. ഇതിന് ഹൈ വി ആയിട്ടാണ് വരുന്നത്. ഹൈനെക്കാണ് നല്ല ഇപ്പോൾ ലേറ്റസ്റ്റ് ഫാഷനായിട്ട് ഹൈനെക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഹൈ വി ആയിട്ട് ഒരു വി ഷേപ്പിലാണ് വന്നിട്ടുള്ളത്. ഇവിടെ ഫുള്ളായിട്ട് എംബ്രോയിഡറി വർക്ക്, അതുപോലെ ലേസ് വർക്കും വന്നിട്ടുണ്ട്, പിന്നെ മിറർ വർക്കും വന്നിട്ടുണ്ട്. നല്ല ഇത്രയും വീതിയിൽ നല്ല ഭംഗിയായിട്ടാണ് വന്നിട്ടുള്ളത്. അത് സെൻറ്റർ പോർഷനിൽ ഇങ്ങനെ ഒരു ചെറുതായിട്ട് നമുക്ക് വേറൊരു കട്ട് പീസ് തന്നെ കൊടുത്തിട്ട് അതിൽ കട്ട്ദാന വർക്കൊക്കെ വന്നിട്ട് വളരെ സുന്ദരമാണ് ഈ ഒരു ഭാഗം. അതുപോലെ ചെറിയ ഗാദറിങ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പ്രിൻ്റ് ആഷിൽ ബ്ലാക്ക്, അതുപോലെ തന്നെ പിങ്ക് ഷെയ്ഡിലും കൂടിയിട്ടാണ് ഇതിൻ്റെ ഡിസൈനൊക്കെ വന്നിട്ടുള്ളത്. അതേപോലെ തന്നെ ദുപ്പട്ട നല്ല സുന്ദരമായിട്ടുള്ള ദുപ്പട്ടയാണ്. ഇതിനോട് വളരെ മാച്ചിങ് ആയിട്ടുള്ള ഒരു ഡിസൈൻ തന്നെയാണ് വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് ദുപ്പട്ട വരുന്നത്. അതുപോലെ ഇത് സൈഡിൽ സ്ലിറ്റ് ഉള്ളതാണ്. സൈഡിൽ സ്ലിറ്റിലാണ്, നല്ല കട്ടിയുള്ള തുണിയാണ്. അത്യാവശ്യം വളരെ നല്ല കോട്ടനാണ്. 3/4 സ്ലീവായിട്ടാണ് വന്നിട്ടുള്ളത്. അതിൽ തന്നെ ഇവിടെ വേറെ പാൻറ്റിൻ്റെ പീസിൻ്റെ അതേപോലെയുള്ള മെറ്റീരിയൽ ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത്. 2 വശത്തും ആ ഒരു പോർഷൻ്റെ 2 ഭാഗത്തുമായിട്ടും മിറർ വർക്ക്, അതുപോലെ ലേസും കൊണ്ട് നല്ല ഭംഗിയാക്കിയിട്ട് അലങ്കരിച്ചിരിക്കുകയാണ്. നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു സ്ലീവ് തന്നെയാണിത്. പാൻറ്റ് ഇങ്ങനെയാണ് വരിക. പാൻറ്റ് പീസ് ഈ ഒരു ഡിസൈനിൽ പാൻറ്റിൻ്റെ ഡിസൈൻ വരണു. അതിൻ്റെ അറ്റത്തും ആ ഒരു കുർത്തിയുടെ ഡിസൈൻ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ലേസും കൊടുത്തിട്ടുണ്ട്, പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള പാൻറ്റ് പീസാണ്. നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു പീസ് തന്നെയാണിത്. ഇത്രയും വില കുറവിന് ഈ ഒരു ഇതുപോലുള്ള ഒരു കുർത്തി കോട്ടൻ്റെ കിട്ടാൻ ഇത്തിരി ബുദ്ധിമുട്ട് തന്നെയാണ്. അതുകൊണ്ട് എത്രയും വേഗം ഗ്രാബ് ചെയ്യാൻ നോക്കാം. അളവുകൾ ഏതാ വേണ്ടതെന്ന് വെച്ചാൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമുക്ക് അയച്ചു തരാം. നല്ല സ്റ്റൈലിഷ് കോട്ടൺ കുർത്തിയാണിത്. ഫുള്ളായിട്ട് ചെസ്റ്റ് പോർഷനിലെ ഇത്രയും ഭാഗത്ത് ഫുള്ളായിട്ട് സീക്വൻസ് വർക്ക്, അതുപോലെ തന്നെ മിറർ വർക്ക്, എംബ്രോയിഡറി, ലേസ് എല്ലാ വർക്കും വന്നിട്ടുണ്ട്. ഒരു വി ഷേപ്പാണ് ഇതിന് വരുന്നത്. ബാക്കി ഇത്രയും ഭാഗമായിട്ട്
ഫുൾ ഇതേ വർക്കുകളാണ് വന്നിരിക്കുന്നത്. ചെസ്റ്റ് പോർഷൻ അതിസുന്ദരമാണ്. അതുപോലെ തന്നെ ഇവിടെ പ്ലീറ്റഡ് ആയിട്ടാണ്, ചെറുതായിട്ട് വളരെ പാനൽ കട്ട് പോലെ ചെറിയ ഒരു വർക്കുകളാണ് വന്നിട്ടുള്ളത്. ഫുൾ പാനൽ കട്ടായിട്ടാണ് വരുന്നത്. ധാരാളം പാനൽ കട്ടോട് കൂടിയിട്ട് ഈ ഒരു ഡിസൈൻ ഇങ്ങനെ നല്ല ഭംഗിയായിട്ട് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ എൻഡിൽ വരുമ്പോൾ ലേസിൻ്റെ വർക്കും അതുപോലെ തന്നെ വേറെ മെറ്റീരിയൽ വർക്ക് എല്ലാം കാണാൻ പറ്റും. നല്ല സുന്ദരമായിട്ടുള്ള ലേസാണ്, സോഫ്റ്റാണ്, കോട്ടൻ്റെ ലേസാണ്. അതുപോലെ 3/4 സ്ലീവാണ്. സ്ലീവിൻ്റെ അറ്റത്തും ഇതുപോലെ തന്നെ ലേസും നല്ല ഭംഗിയായിട്ടാണ് ഇതിനുള്ള വർക്കുകളൊക്കെ വന്നിട്ടുള്ളത്. ഈ ഒരു ഡിസൈൻ അതിസുന്ദരമാണ്. ഇതിന് നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു ലുക്ക് തന്നെയാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. ഇതൊരു ഓർണമെൻ്റൽ പോലെയുള്ള ലേസാണ് കൊടുത്തിട്ടുള്ളത്, ഗോൾഡ് കളറിലുള്ളത്. അതതിന് വളരെ ഭംഗി കൂട്ടുന്നുണ്ട്. അതുപോലെ പാൻറ് ഇങ്ങനെയാണ് വരുന്നത്. പാൻറ്റിൻ്റെ ഡിസൈൻ ഇത് ഒരു അനാർക്കലി മോഡലുള്ള കുർത്തിയാണ്. സൈഡിൽ സ്റ്റിച്ച് നമുക്ക് വരുന്നില്ല, അതുകൊണ്ട് കട്ടിയുള്ള തുണിയാണ് അത്യാവശ്യം. അതുകൊണ്ട് വേറെ നമുക്ക് ഈ ട്രാൻസ്പെറൻസിയുടെ പ്രശ്നം വരുന്നില്ല. ഇതാണ് അതിൻ്റെ പാൻറ് പീസിൻ്റെ എൻഡ് വരുന്നത്. ഇങ്ങനെ നല്ല ഭംഗിയായിട്ടുള്ളതാണ് പാൻറ് പീസിൻ്റെ താഴ്ഭാഗം. അതുപോലെ തന്നെ ഡിസൈൻ വരുന്നത് ഇങ്ങനെ. ഈ ഒരു ഡിസൈൻ തന്നെയാണ് നമുക്ക് സ്ലീവിൻ്റെ അറ്റത്തും അതുപോലെ തന്നെ കുർത്തിയുടെ അടിഭാഗത്തായിട്ട് കാണാൻ പറ്റുന്നത്. നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള ഡിസൈനാണ് വരുന്നത്. ദുപ്പട്ട വരുമ്പോൾ ഇങ്ങനെയാണ്. ദുപ്പട്ട വളരെ കൊച്ചു ഡിസൈനായിട്ട് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ എൻഡിലെത്തുമ്പോൾ കുർത്തിയുടെ അതേ ഡിസൈനായിട്ട് വന്നിരിക്കുന്നു. നല്ല കോട്ടൺ കുർത്തിയാണ്. ബാക്ക് പോർഷൻ ഇങ്ങനെ വരും. അപ്പോൾ നമുക്ക് ക്ലോസ് ആയിട്ടൊന്ന് കണ്ടു നോക്കാം. പീസിൽ വരുന്ന കോട്ടൺ കുർത്തിയാണ്. ഒരു എന്താ പറയുക, മെഹന്തി ഗ്രീനിൽ ഒരു പീച്ച് കളർ അതുപോലെ തന്നെ യെല്ലോ ഷെയ്ഡും ഒക്കെ വരുന്ന ഒരു ഡിസൈനാണ്. വളരെ വലിയ പ്രിന്റുകളാണ്. നല്ല സ്റ്റൈലിഷ് പ്രിന്റാണ്. ലേറ്റസ്റ്റ് ഡിസൈനാണ്. ഇതിൻ്റെ സെൻട്രൽ പോർഷനിൽ ഇങ്ങനെ ഡീപ്പ് വി പോലെ വന്നിട്ട് അതിൽ ഫുള്ളായിട്ട് എംബ്രോയിഡറി വർക്ക് വന്നിരിക്കുകയാണ്. നല്ല സുന്ദരമായിട്ട് എംബ്രോയിഡറി വർക്ക്, സീക്വൻസ് വർക്ക് എല്ലാം വന്നിരിക്കുന്നു. അതുപോലെ തന്നെ സെൻട്രലായിട്ട് ഇങ്ങനെ ഒരു പീസ് കൊടുത്തിട്ടുണ്ട്. അതിനും ജെരി വർക്ക് വന്നിട്ടുണ്ട്. ചുറ്റും ഈ ഒരു വി ഷേപ്പിൻ്റെ ലേസ് പോയിട്ടുണ്ട്. 3/4 സ്ലീവാണ്. സ്ലീവിൻ്റെ അറ്റത്തും സെയിം ആയിട്ടുള്ള ഡിസൈനുകൾ തന്നെ നല്ല സുന്ദരമായിട്ട് വന്നിട്ടുണ്ട്. 3/4 സ്ലീവ്. സൈഡിൽ സ്ലിറ്റ് ഉള്ളതാണ്. ട്രാൻസ്പെറൻ്റ് അല്ലാത്തതിനെ കൊണ്ട് ലൈനിങ് ഒന്നും പ്രൊവൈഡ് ചെയ്തിട്ടില്ല. സൈഡിൽ സ്ലിറ്റ് ഉള്ള ടൈപ്പാണ്. ട്രാൻസ്പെറൻ്റ് അല്ല, ഒട്ടും ട്രാൻസ്പെറൻസിയുടെ പ്രശ്നമേ വരുന്നില്ല. അതുപോലെ തന്നെ പാൻറ് ഈ ഒരു ഷെയ്ഡിലാണ് വരുന്നത്. ഈ ഒരു മെഹന്തി ഗ്രീൻ ഷെയ്ഡിൽ തന്നെയാണ് വരുന്നത്. അതിൻ്റെ എൻഡിൽ വരുമ്പോൾ ഇങ്ങനെയാണ് പാൻറ്റിൻ്റെ എൻഡ് വരുന്നത്. പാൻറ്റിൻ്റെ എൻഡ് ഇങ്ങനൊരു ഡിസൈനിൽ വരും. ഈ ഒരു ഷെയ്ഡിലാണ് പാൻറ്റിൻ്റെ എൻഡ് വരുന്നത്. ദുപ്പട്ട നമുക്ക് ഇതൊരു ഡിസൈനാണ്. നല്ല സുന്ദരമായിട്ടുള്ള ഡിസൈനല്ലേ ഈ വരുന്നത്. നല്ല പ്രിൻ്റോട് കൂടിയിട്ട് ഒരു ലേറ്റസ്റ്റാണ്. ഇതിനേക്കാളും കുറച്ച് ലൈറ്റ് ഷെയ്ഡാണ്. ഈ മെഹന്തി ഗ്രീനേക്കാളും കുറച്ച് ലൈറ്റ് ഷെയ്ഡിലാണ് ഈ ദുപ്പട്ട വന്നിട്ടുള്ളത്. അതേ ഷെയ്ഡിൽ തന്നെയാണ് നമുക്ക് പാൻറ്റും പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. നല്ല സുന്ദരമായിട്ടുള്ള ദുപ്പട്ടയാണ്. നമുക്ക് ക്ലോസ് ആയിട്ടൊന്ന് കണ്ടു. ഒരു 3 പീസ് കുർത്തിയാണ്. കോട്ടണിലാണ്, പ്യുവർ കോട്ടൺ. ഇതിൻ്റെ മോട്ടീഫൊക്കെ നല്ല ഭംഗിയായിട്ടാണ് ഇതിൻ്റെ ഡിസൈൻ. വളരെ ചെറുതാണ്, നല്ല സ്റ്റൈലിഷ് ആയിട്ടാണ് ഇതിൻ്റെ ഒരു ഡിസൈൻ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടെ ഫുള്ള് ലേസിൻ്റെ വർക്ക് വന്നിട്ടുണ്ട്. എംബ്രോയിഡറി, ചെറിയ സീക്വൻസ് വർക്ക് വന്നിട്ടുണ്ട്. നല്ല സ്റ്റൈലായിട്ടാണ്, നല്ല
സ്റ്റൈലായിട്ട് തന്നെയാണ് ഇവിടുത്തെ വർക്ക്. ചെസ്റ്റ് പോർഷനിൽ നല്ല ഭംഗിയായിട്ട് വന്നിരിക്കുന്നത്. നെക്ക് റൗണ്ട് നെക്കാണ്. ആ നെക്കിലാണ് ഇങ്ങനെ കീബോർഡായിട്ട് ഡിസൈൻ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിന് സ്ലിറ്റ് ഉണ്ട്. സ്ലിറ്റ് ഉള്ള ടൈപ്പാണ്. അത്യാവശ്യം കട്ടിയുള്ള നല്ല കോട്ടണിൽ വിട്ടുള്ളതാണ്. ദുപ്പട്ട ഇങ്ങനെയാണ് വരുന്നത്. നല്ല സ്റ്റൈലിഷ് സുന്ദരമായിട്ടുള്ള ദുപ്പട്ടയാണ്. അതിൻ്റെ ബോർഡറൊക്കെ നോക്കൂ, നല്ല ഭംഗിയാണ് കാണാൻ. ബ്ലാക്കും ഈ ഒരു ഷെയ്ഡ് കൂടി വരുന്നതാണ്. ഒരു പർപ്പിൾ ഷെയ്ഡാണ് ഇതിൽ പ്രധാനമായിട്ട് നിൽക്കുന്നത്. പർപ്പിൾ ഒരു ഡാർക്ക് പിങ്ക് എന്നൊക്കെ പറയാം. ഈ ഒരു ഷെയ്ഡ് തന്നെയാണ് വീഡിയോയിൽ കാണുന്ന ഈ ഷെയ്ഡ് തന്നെയാണ് ഒറിജിനലായിട്ട് ഇതിനുള്ളത്. അതുപോലെ തന്നെ പാൻറ് ഇതാണ് ഡിസൈൻ വരുന്നത്. ഇതാണ് പാൻറ് ഡിസൈൻ വരുന്നത്. അതും ഒരു പ്രത്യേകതയുള്ള നല്ലൊരു ഡിസൈൻ തന്നെയാണ്. ഒന്നിനൊന്ന് മെച്ചായിട്ടാണ് ഇതിൻ്റെ കോമ്പിനേഷൻ വന്നിട്ടുള്ളത്. നല്ല ഭംഗിയാണ്. 3/4 സ്ലീവാണ്. സ്ലീവിൻ്റെ അറ്റത്ത് വേറെ ഡിസൈൻ ഒന്നുമില്ല. നല്ല സ്റ്റൈലായിട്ട് തന്നെ വന്നിരിക്കുന്നു. അപ്പോൾ നമുക്ക് ക്ലോസ് ആയിട്ടൊന്ന് കൊണ്ടുപോകാം. പ്യൂർ കോട്ടണിൽ വരുന്ന ആലിയ കട്ട് കുർത്തിയാണിത്. വളരെ കൊച്ചു ഡിസൈനാണ്. നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള വളരെ കൊച്ചു ഡിസൈനാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഫുള്ളായിട്ട് വളരെ ചെറിയ എന്താ പറയുക വർക്കുകളാണ് ഇതിൽ വന്നിട്ടുള്ളത്. ചെറിയ സീക്വൻസ് വർക്ക്, ചെറിയ കഡ്ദാന വർക്ക്, അങ്ങനെ എല്ലാം നല്ല സ്റ്റൈലിഷ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ലേസും വന്നിട്ടുണ്ട്. ഈ ഒരു വി ഷേപ്പിൻ്റെ സൈഡിലായിട്ട് നല്ല ഭംഗിയായിട്ട് പിങ്ക് കളറിലുള്ള ഒരു ലേസും കൊടുത്തിട്ടുണ്ട്. ആ ലേസ് ഇങ്ങനെ പോകും. നല്ല ഭംഗിയാണ് ഈ ഒരു ചെസ്റ്റ് പോർഷൻ കാണാൻ. പ്യുവർ കോട്ടൺ ആണ്, മൽമൽ കോട്ടൺ ആണ്. വളരെ സോഫ്റ്റാണ്. സ്ലീവ് ഫുൾ സ്ലീവാണ്. അത് ഇതിൻ്റെ സ്ലീവിൻ്റെ അറ്റത്ത് കുറച്ച് ഞെറി പോലെ നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു എലാസ്റ്റിക് കൊണ്ട് ചെറുതായിട്ട് ഒരു വലിച്ചു പിടിച്ച മാതിരി തന്നെ അത് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഈ ഒരു പോർഷനിൽ നല്ല സ്റ്റൈലിഷ് ആയിട്ടാണ് ഈ ഒരു ഭാഗത്ത് ഈ ഒരു ഡിസൈൻ നിൽക്കുക. ആ സുന്ദരമായിട്ടുള്ള ഡിസൈനാണ് ആ എൻഡിൽ വന്നിട്ടുള്ളത്. ബോഡിയിലത്തെ ഡിസൈനാണ് ഈ കൈ സ്ലീവിലും വന്നിട്ടുള്ളത്. ഈ ഒരു പോർഷനിലായിട്ട് രണ്ട് ഭാഗത്തും ഇങ്ങനെ ഗോൾഡൻ കളറിലുള്ള ഡിസൈനും വന്നിട്ടുണ്ട്. നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു ഡിസൈനാണ് താഴെ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇത്രയും ലെങ്ത്തിൽ തന്നെ നമുക്ക് ഫുൾ ലെങ്ത്തിൽ തന്നെ നല്ല മൽമലിൻ്റെ ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നല്ല മൽമലിൻ്റെ ലൈനിങ് ആണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഫുള്ളായിട്ട് വരുന്നുണ്ട്. കുർത്തിയുടെ ലാസ്റ്റ് പോർഷനിൽ ഇങ്ങനെയാണ് അതിൻ്റെ ഡിസൈൻ വരുന്നത്. നല്ല സുന്ദരമായിട്ടുള്ള പ്രിൻ്റാണ് വന്നിട്ടുള്ളത്. വളരെ ചുരുക്കുകളോട് കൂടിയിട്ട് നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു പീസാണിത്. അതിൻ്റെ മൽക്കോട്ടനിൽ തന്നെ വരുന്ന ദുപ്പട്ടയാണ്. ലേരിയ ഒരു ഡിസൈനിലാണ് വരുന്നത്. നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള പിങ്കും വൈറ്റ് കളർ സ്ട്രൈപ്സുമാണ് അതിൽ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ചുറ്റും ലേസ് പോലെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഓർണമെൻ്റൽ ലേസും അതിന് നല്ല ഒരു ലുക്ക് തന്നെയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഇങ്ങനെ ഫുള്ളായിട്ട് വരും. താഴ്ഭാഗം ഇങ്ങനെ ഏറ്റവും അറ്റത്ത് ലേസ് വരുന്നുണ്ട്. പിങ്ക് കളറിലെ ലേസ് ഏറ്റവും എൻഡിലായിട്ടും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ പാൻറ്റ് പലാസോ മോഡലാണ്. ഓഫ് വൈറ്റ് കളറിലുള്ള നല്ല സ്റ്റൈലിഷ് പീസാണ്. ആവശ്യത്തിന് കട്ടിയുണ്ട്. നല്ല സോഫ്റ്റാണ്. ഫുള്ളി എലാസ്റ്റിക് ആയിട്ടുള്ള പാൻറ്റാണ്. ആവശ്യത്തിന് നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു പലാസോ തന്നെയാണ് ഇതിൻ്റെ ഡിസൈനായിട്ട് വന്നിട്ടുള്ളത്. അതുമാതിരി കോട്ടപ്പത്തിൻ്റെ ലേസ് വരുന്നുണ്ട്. അതുപോലെ ഡിസൈനർ മെറ്റീരിയൽ വന്നിട്ട് അതിൻ്റെ എൻ്റെ അവസാനിക്കും. അതിന് രണ്ട് ഭാഗത്തും എലാസ്റ്റിക് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പോക്കറ്റും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നല്ലൊരു സ്റ്റൈലിഷ് പീസാണിത്. നമുക്ക് ക്ലോസ് ആയിട്ട് കണ്ടുനോക്കാം.